ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എല്ലാം പോരുന്നത്, ഇതെനക്ക് പറയാൻ നിൽക്കുന്നത്, ഇതെനക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതിപ്പോൾ നമ്മളെ ഫാമിലിയിൽ കുറച്ച് പേരെ അറിഞ്ഞുള്ളൂ, എല്ലാവരെയും അറിയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എൻ്റെ കുറേ ആൾക്കാരൊന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻ്റാണ്, എൻ്റെ ലൈഫിൽ നടന്നൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് ദുബായിലേക്ക് പോയിട്ട് ആർക്കും ഉണ്ടാവാത്തൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ ഞാൻ ആ എക്സ്പീരിയൻസാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ചുമ്മാ വന്നിരുന്ന് 2-3 പേരെ പറ്റി അവരാധിക്കുന്നതല്ല. ഞാൻ പറയുന്നത് ഉള്ള കാര്യം തന്നെയാണ്. ആ ഒരു ബോധം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വന്ന് അവരെ പറ്റി അത്രയും പറഞ്ഞത്. അതിന് വലിയ വ്യൂസൊന്നും ഉണ്ടായില്ല, 300 വ്യൂസേ ഉണ്ടായിട്ടുള്ളൂ. അത് ആ ദുബായിലുള്ള ആൾക്കാർ തന്നെയാണ് അതൊന്ന് വ്യൂ ചെയ്തതും. അതും എനിക്ക് 100% ഉറപ്പ് തന്നെയാണ്. ഇനിയും ഇപ്പം എൻ്റെ ഫാമിലി ഇപ്പോൾ എന്നെ പുറത്തോട്ട് പറഞ്ഞു വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് എന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ആ പ്രതീക്ഷകളൊന്നും ഒരു കൂറ് പുലർത്താതെയാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു കയറി വന്നതും എല്ലാം തന്നെ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആർക്കും ഇനി ഇങ്ങനെ വരാതിരിക്കട്ടെ. അവന്മാരെ പറ്റിയുള്ള സംസാരം ഇനി എൻ്റെ ബ്ലോഗിൻ്റെ അത് സംസാരിക്കേണ്ടതെന്ന് ഞാൻ വെച്ചാണ്. പക്ഷേ ആൾക്കാർ ഒന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ 2-3 മൈരന്മാരും ഒന്ന് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. അതെന്തിനാണ് വന്ന് കമൻ്റ് ഇടുന്നത് നമുക്കറിയാൻ വയ്യ. ചുമ്മാ കൊണയാണ്, ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. കമൻ്റ് ഇടുന്നതും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴും പറയുകയാണ്, ചിത്രപ്പള്ളി ബിൽഡിങ്, ആ ബിൽഡിങ്ങിലേക്ക് ആരും റൂം മാറി പോകാതിരിക്കുക. കഴിവതും ആ ഫ്ലാറ്റ് ആ റൂം അവോയ്ഡ് ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള ബെറ്റർ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ച പോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഏറ്റവും വലിയ പറയാനുള്ളത്. പിന്നെ എല്ലാവരും എന്നെ കുത്തിവെച്ച് എൻ്റെ ഫോട്ടോ ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. ആ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഫ്യൂച്ചറിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും. ഇപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ മറക്കും. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ അതിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ അങ്ങനെ ആർക്കും അയച്ചു കൊടുക്കാത്തത്. എന്നിട്ട് ചോദിക്കുന്നവരൊക്കെ ഞാൻ 1 ടൈം അയച്ചു കൊടുക്കുന്നുണ്ട്. 2 പേർക്ക് ഞാൻ പിന്നെ ഫോട്ടോ അയച്ചില്ല. അത് അയക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അയക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി പുറത്തേക്ക് ചെല്ലുന്നുണ്ടോ, കുറേ ഓഫേഴ്സുമായിട്ട് 2-3 പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് ഇവന്മാരെ ടൈപ്പിലുള്ള ആൾക്കാർ തന്നെ ആവും. ഇവന്മാർക്ക് ഇനി എന്നെ കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും. അങ്ങനെ 2-3 ഓഫേഴ്സൊക്കെ ആയിട്ട് എനിക്ക് 2-3 മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായി. ഇത്ര റുപ്യ സാലറി തരാം, കയറി വായോ, വിസിറ്റ് എടുത്ത് കയറി വായോ. ഇനി എന്തായാലും നമ്മൾ ദുബായിലോട്ടും നോക്കുന്നില്ല, GCC കൺട്രീസിലോട്ട് ഒന്നും ഇനി നോക്കുന്നില്ല. നമുക്ക് നമ്മുടെ നാട് തന്നെ മതി. ഞാൻ നാട്ടിലേക്ക് ജോലി നോക്കുന്നുണ്ട്. വീട്ടിൽ വന്നു പോയി നിൽക്കുന്ന ജോലിയാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇനി GCCയിലോട്ട് നമ്മളിനി ഇല്ല. പിന്നെ എൻ്റെ ഫോട്ടോസ് ഞാൻ 2 പേർക്ക് അയച്ചു കൊടുത്തില്ല. അത് അയക്കാൻ എനിക്ക് താല്പര്യമില്ല. അവന്മാർക്ക് അയക്കുന്നത് തീരെ താല്പര്യമില്ല. പിന്നെ ഈ കമൻ്റ് ഇടുന്നവർ വന്ന്, അതായത് കറക്റ്റ് കാര്യം പറഞ്ഞിട്ട് ഒന്ന് കമൻ്റ് ഇടാൻ ശ്രമിക്കുക. ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് ഫുള്ള് കണ്ടിട്ട് വന്ന് കമൻ്റ് ഇടാൻ നോക്കുക. പിന്നെ ഇപ്പം ഹെൽത്ത് ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇപ്പോൾ ഓക്കെ ആയി വരുന്നു. കൈക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. പിന്നെന്താ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് പുതിയൊരു വീഡിയോക്കകത്ത് കാണാം. ഇനി അവന്മാരെ കാര്യം സംസാരിക്കേണ്ടെന്ന് തന്നെ വെച്ചാണ്. പക്ഷെ ആൾക്കാർ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാമിലീസ് തന്നെ പറയുന്നുണ്ട്, അതിനെപ്പറ്റി വീഡിയോ ഒന്നും ഇടണ്ട, എന്തിനാണ് ഇപ്പോൾ ഫാമിലീസ് മാത്രമല്ലേ അറിഞ്ഞുള്ളൂ, പുറത്തുള്ള ആൾക്കാരെ അറിയിക്കണ്ട. പക്ഷേ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു സംഭവമല്ലേ, അതെന്തായാലും ഷെയർ ചെയ്യണമല്ലോ, നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോക്കകത്ത് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ബെല്ലൈക്കണൊക്കെ അടിച്ച് വെക്കുക. നമുക്ക് ഇനി പോലും നമ്മൾ സ്ഥിരമായിട്ട് ബ്ലോഗ് ഇട്ട് പോകുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ശരി, ഇന്നലെ പുതിയൊരു വീഡിയോക്കകത്ത് കാണാം. ഈ ഒരു സംഭവം കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോൾ സൂരജൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 10-12 കൊല്ലമായിട്ട് കമ്പനിയുള്ളവനായിരുന്നു. പക്ഷേ നമ്മളെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ചെറിയ മിസ്റ്റേക്കല്ല, വലിയ മിസ്റ്റേക്ക് തന്നെയാണ് പറ്റിയത്. നമ്മൾ അവരെ നിന്ന് പേയ്മെൻറ്റ് മേടിച്ചു, നമ്മൾ വേർത്തനാണ് കൊടുത്തത്. അവിടെയാണ് ഏറ്റവും വലിയ ഫൗൾട്ട് പറ്റിപ്പോയത്. എന്തായാലും കൈക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിപ്പം ഒരാഴ്ചക്കുള്ളിൽ കാണുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഞാൻ ചെയ്യാം. എന്തായാലും പുതിയൊരു വീഡിയോക്കകത്ത് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. പുതിയൊരു വീഡിയോക്കകത്ത് കാണാം. ബൈ. ഓക്കെ.